കാവ്യശാസ്ത്രത്തിലെ കാവ്യലക്ഷണമാണ് നോക്കാൻ പോകുന്നത്. ഇത് കേട്ടിട്ട് സെറ്റ് നെറ്റ് എക്സാംസിനും HST JLT എക്സാംസിനും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ കാവ്യലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? കാവ്യലക്ഷണം എന്ന് പറഞ്ഞാൽ കാവ്യത്തിൻ്റെ പരിഭാഷ അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ ഡെഫിനിഷൻസ്. അതിപ്പോൾ ഭാരതീയ ആചാര്യന്മാർ മുതലായിട്ട് കാവ്യം എന്താണെന്ന് ഡെഫിനിഷൻ അല്ലെങ്കിൽ പരിഭാഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭാരതീയ ആചാര്യനായ ഭരതമുനിയാണ് ഏറ്റവും ആദ്യമായിട്ട് കാവ്യത്തിൻ്റെ പരിഭാഷ അല്ലെങ്കിൽ കാവ്യലക്ഷൺ കൊടുത്തിരിക്കുന്നത്. കാവ്യലക്ഷൺ का प्रतिपादन करने वाले സർവപ്രഥം വിദ്വാൻ ആചാര്യ ഭരതമുനി ആണെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം സ്പഷ്ടമായിട്ട് കാവ്യം എന്താണെന്ന് അങ്ങനെ പറയുകയല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രം, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ നാട്യശാസ്ത്രത്തിൽ നാടകത്തിൻ്റെ കുറച്ച് വിശേഷതകൾ പറയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യലക്ഷണമായി കണക്കാക്കുന്നത്. അതിനുശേഷം അഗ്നിപുരാണിലൊക്കെ കാവ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് ഭാമൻ്റെ പരിഭാഷ മുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആചാര്യ ഭാമ കാവ്യലക്ഷൺ കൊടുത്തിരിക്കുന്നത് ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഗദ്യം പദ്യം ച ദിത. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇങ്ങനെ തന്നെയാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഗദ്യം പദ്യം ച ദിത. ഭാമ ആണ് കാവ്യലക്ഷൺ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ശബ്ദ ഏവം അർത്ഥ ക സഹഭാവി കാവ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാമ ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശബ്ദ और अर्थ दोनों का सहभाव കാവ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലൈൻസ് നോക്കാം. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഗദ്യം പദ്യം ച ദിത. ശബ്ദാർത്ഥവും സഹിതവും കാവ്യം ഗദ്യം പദ്യം ച ദിത എന്ന് പറഞ്ഞിരിക്കുന്നത് ആചാര്യ ഭാമ ആണ്. അതുപോലെ തന്നെ ആചാര്യ രുദ്രഡാണ് അടുത്തത്. രുദ്രഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നനു ശബ്ദാർത്ഥവും കാവ്യം. നനു ശബ്ദാർത്ഥവും കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആചാര്യ രുദ്രഡാണ്. അതായത് ശബ്ദാർത്ഥ ഹി കാവ്യ ഹേ. രുദ്രഡ് എന്താണ് പറഞ്ഞത്? ശബ്ദാർത്ഥ ഹി കാവ്യ ഹേ. അപ്പോൾ ഈ ലൈൻ ഓർത്ത് വയ്ക്കുക. നനു ശബ്ദാർത്ഥവും കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് രുദ്രഡാണ്. അതുപോലെ ആചാര്യ വാമൻ എന്താണ് കാവ്യലക്ഷൺ പറഞ്ഞിരിക്കുന്നത്? കാവ്യശോഭായ കർത്താരോ ധർമാഹ ഗുണാഹ. കാവ്യശോഭായ കർത്താരോ ധർമാഹ ഗുണാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ആചാര്യ വാമനാണ്. അദ്ദേഹത്തിന് വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട് കാവ്യത്തിൻ്റെ. കാവ്യം ഗ്രാഹ്യം അലങ്കാരാത്. കാവ്യം ഗ്രാഹ്യം അലങ്കാരാത് എന്ന് പറഞ്ഞിരിക്കുന്നതും ആര് തന്നെയാണ്? ആചാര്യ വാമൻ തന്നെയാണ്. അതായത് അലങ്കാരങ്ങളുടെ ചേർക്കലിലൂടെ കാവ്യം സുന്ദരമാകുന്നു എന്നാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത്. അടുത്തത് തദ്ദോഷോ ശബ്ദാർത്ഥോ സഗുണാവനലങ്കൃതി പുനഃക്വാപി. തദ്ദോഷോ ശബ്ദാർത്ഥോ സഗുണാവനലങ്കൃതി പുനഃക്വാപി എന്ന് പറഞ്ഞിരിക്കുന്നത് ആചാര്യ മമ്മട്ടാണ്. ആചാര്യ മമ്മട്ട് എന്താണ് പറഞ്ഞത്? തദ്ദോഷോ ശബ്ദാർത്ഥോ സഗുണാവനലങ്കൃതി പുനഃക്വാപി. അദ്ദേഹം എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ദോഷോ സേ രഹിത് ശബ്ദാർത്ഥ കാവ്യ ഹേ. അതേപോലെ ഗുണോ സേ യുക്ത ശബ്ദാർത്ഥ കാവ്യ ഹേ. ദോഷരഹിതമായതും ദോഷോ സേ രഹിത ശബ്ദാർത്ഥ എന്താണ്? കാവ്യാണ്. അതേപോലെ ഗുണോ സേ യുക്ത ശബ്ദാർത്ഥ കാവ്യാണ്. സാമാന്യതഃ अलंकार होते हैं परंतु कभी कभी अलंकारों से रहित शब्दार्थ भी काव्य कहलाता है. അപ്പോൾ നിങ്ങൾ ഈ ലൈൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആചാര്യ മമ്മട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആചാര്യ മമ്മട്ട് പറഞ്ഞിരിക്കുന്നത് തന്നെ എന്താണ്? തദ്ദോഷോ ശബ്ദാർത്ഥോ സഗുണാവനലങ്കൃതി പുനഃക്വാപി എന്ന് പറഞ്ഞിരിക്കുന്നത് ആചാര്യ മമ്മട്ടാണ്. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? ആചാര്യ ജഗന്നാഥാണ്. പണ്ഡിതരാജ് ജഗന്നാഥാണ് രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. പണ്ഡിതരാജ് ജഗന്നാഥ്. അതായത് സുന്ദരാർത്ഥക്കോ പ്രകട കർണേവാല ശബ്ദ കാവ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ജഗന്നാഥ്. സുന്ദർ അർത്ഥക്കോ പ്രകട കർണേവാല ശബ്ദ കാവ്യം. അതായത് ഈ ഒരു ലൈൻസ് മാത്രം ഓർത്താൽ മതി. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പണ്ഡിതരാജ് ജഗന്നാഥാണ്. വാക്യം രസാത്മകം കാവ്യം എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വനാഥാണ് വാക്യം രസാത്മകം കാവ്യം. അതായത് രസസേ യുക്ത കാവ്യ ഹി വാക്യ ഹേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ശബ്ദാർത്ഥ സഹിതവും കാവ്യം ഗദ്യം പദ്യം ച ദിത എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാമ.
ശബ്ദാർത്ഥൗ സഹിതൗ കാവ്യം ഗദ്യം പദ്യം ച ദിദാ ഭാമൻ. നനു ശബ്ദാർത്ഥൗ കാവ്യം. നനു ശബ്ദാർത്ഥൗ കാവ്യം എന്ന് പറഞ്ഞത് രുദ്രട്ട്. കാവ്യശോഭായ കർത്താരോ ധർമാഹ ഗുണാഹ ആചാര്യ വാമൻ. കാവ്യശോഭായ കർത്താരോ ധർമാഹ ഗുണാഹ ആചാര്യ വാമൻ. കാവ്യം ഗ്രാഹ്യം അലങ്കാരാത് എന്ന് പറഞ്ഞതും വാമൻ തന്നെ. കാവ്യം ഗ്രാഹ്യം അലങ്കാരാത് ആചാര്യവാമൻ. തദ്ദോഷോ ശബ്ദാർത്ഥോ സഗുണാവനലങ്കൃതി പുനഃക്വാബി എന്ന് പറഞ്ഞിരിക്കുന്നത് ആചാര്യ മമ്മട്ട്. തദ്ദോഷോ ശബ്ദാർത്ഥോ സഗുണാവനലങ്കൃതി പുനഃക്വാബി ആചാര്യ മമ്മട്ട്. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്ന് പറഞ്ഞത് ജഗന്നാഥ്. പണ്ഡിതരാജ് ജഗന്നാഥ്. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം. വാക്യം രസാത്മകം കാവ്യം എന്ന് പറഞ്ഞത് വിശ്വനാഥ്. വാക്യം രസാത്മകം കാവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആചാര്യ വിശ്വനാഥാണ്. അപ്പോൾ